ആര്യ, റോബോട്ടിനെ ഇറക്കിയുള്ള പരിശോധന ഫലം കാണുന്നില്ല. കാരണം റോബോട്ടിനെ ഇറക്കി ഇന്നലെ രാത്രി ഈ ജെൻ റോബോട്ടിക്സ് മാലിന്യം 15 മീറ്റർ ഭാഗത്ത് നീക്കം ചെയ്തതാണ്. ഇവിടെയാണ് ഇന്ന് രാവിലെ ഈ സ്കൂബ ടീമും ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ NDRFിൻ്റെയും കോർപ്പറേഷൻ്റെയും സംഘം ഇപ്പോൾ റോവറിനെ ഇറക്കിയത്. റോവറിനെ ഇറക്കിയതിനൊപ്പം തന്നെ ഓക്സിജൻ സിലിണ്ടറുകളുമായി സ്കൂബ ടീമും ഒപ്പം അകത്തേക്ക് പ്രവേശിച്ചു. പക്ഷേ ഈ റോവർ അകത്തേക്ക് പോയ ശേഷം ഈ വീണ്ടും മാലിന്യം ഈ റോവറിൽ കുരുങ്ങുകയാണ് ഉണ്ടായത്. അതിനാൽ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത് മോണിറ്ററിലൂടെ ഇവർക്ക് ഈ ജെൻ റോബോട്ടിക്സിന് ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ 15 മീറ്റർ മാത്രമാണ് അകത്തേക്ക് ഇന്നലെ മാലിന്യം നീക്കാൻ സാധിച്ചത്. ആ ഭാഗത്ത് തന്നെ വീണ്ടും മാലിന്യം കുരുങ്ങുന്നു. അത്രത്തോളം ആഴത്തിൽ മാലിന്യമുണ്ട് എന്ന് വേണം, അകത്തേക്ക് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. രാവിലെ ഇന്നിപ്പോൾ നടന്നത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്താണ്. പിന്നീട് ഈ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിനിടയിൽ ഒരു ഓപ്പണിംഗ് ഉള്ളത്. ആ മാൻഹോൾ തുറന്ന് അവിടെയും ഈ റോബോട്ടിനെ ഇറക്കി രാവിലെ മാലിന്യം നീക്കിയിരുന്നു. അവിടേക്കും വളരെ കുറച്ച് ദൂരത്തേക്ക് മാത്രമേ അകത്തേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളൂ. അതായത് ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് നമ്മൾ ഈ കാണുന്ന ഇപ്പോൾ ഈ NDRFിൻ്റെ സംഘമൊക്കെ നിൽക്കുന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഇപ്പുറത്തെ ഭാഗത്താണ്. അതായത് ആമേജാന്തോട് ഈ റോഡിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗത്താണ്. ഇവിടെ നിന്ന് അകത്തേക്ക് 15 മീറ്റർ ദൂരത്തേക്ക് മാത്രമേ മാലിന്യം നീക്കാൻ സാധിച്ചിട്ടുള്ളൂ. അവിടെ തന്നെ റോബോട്ടിൻ്റെ റോവർ അകത്തേക്ക് കയറുന്നതിനുള്ള സാങ്കേതികമായ പ്രതിസന്ധി നിലനിൽക്കുന്നു. അപ്പുറത്ത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടുന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക്, അതായത് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിനും വളരെ ഏതാനും മീറ്ററുകൾ മാത്രമേ അകത്തേക്ക് സെർച്ച് നടത്താൻ സാധിച്ചിട്ടുള്ളൂ. ഇതിനിടയിൽ വലിയൊരു ഭാഗമുണ്ട്. അതായത് 1ഉം 2ഉം പ്ലാറ്റ്ഫോം 3 വരെയുള്ള പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള ഈ ആമേജാന്തോട് റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ പോകുന്ന ഭാഗം, ഈ ഭാഗത്ത് മാലിന്യം കുന്നുകൂടി കിടക്കുക തന്നെയാണ്. മാത്രമല്ല അടിയിലൂടെ വലിയ തോതിൽ മലിനജലം ഒഴുകിപ്പോകുന്നുണ്ട്. ആഴമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്നലത്തെ കനത്ത മഴയിലെ മഴവെള്ളത്തിൻ്റെ ഒഴുക്കിലാണ് ജോയി പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം വലിയ ദുഷ്കരമാണ്. റോബോട്ടിനെ ഇറക്കി മനുഷ്യന് അകത്തേക്ക് കടന്നുപോയി രക്ഷാപ്രവർത്തനം അവിടെ അസാധ്യമായതുകൊണ്ടാണ് ഇന്നലെ റോബോട്ടിനെ ഇവിടെ ഇറക്കിയത്. ആ റോബോട്ടിന് അകത്തേക്ക്, റോവറിനകത്തേക്ക് കടന്നുപോയി രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ നിരീക്ഷണം നടത്തുന്നതിന്, തെരച്ചിൽ നടത്തുന്നതിന് സാങ്കേതികമായ തടസ്സങ്ങൾ, അതായത് ഈ മാലിന്യം കുന്നുകൂടി കിടക്കുന്നതിനുള്ള തടസ്സം ഒരു വശത്ത് നിലനിൽക്കുന്നു. ഇതിനൊപ്പം അതുകൊണ്ട് തന്നെ സ്കൂബ ടീം കൂടി അകത്തേക്ക് കയറി മാലിന്യം എത്രത്തോളം നീക്കാൻ കഴിയുമെന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അത് വലിയ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. ഇപ്പോൾ NDRFിൻ്റെ സംഘമെല്ലാം തന്നെ നേരത്തെ ഇറക്കിയ റോവറിനെ ഇപ്പോൾ അവർ തിരിച്ച് ഈ തോടിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും എത്തിച്ചിട്ടുണ്ട്.